വെൽക്കം ടു സ്കൂൾ മീഡിയ ചാനൽ. കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ ത്രികോണമിതിയുടെ മേൽക്കോണം കീഴ്ക്കോണം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷനും ഡിപ്രഷനും എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ്. നിങ്ങൾ ഈ ചിത്രം കൂടി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തത് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ്. ആ ത്രികോണം ശ്രദ്ധിക്കണം. ഒരു ത്രികോണത്തിൻ്റെ ഒരു ചോദ്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ, അതായത് എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ ഇവിടെ 50 ഡിഗ്രി, മറ്റത് 60 ഡിഗ്രി എന്ന് പറയുന്നു. രണ്ട് കോണുകൾ തന്നു. അതിൻ്റെ ഒരു വശം എ ബി എന്ന് പറയുന്ന ഈ ഒരു വശം 10 മീറ്ററാണ് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററാണ്. 10 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സി ടു എ ബി. ഫ്രം സി ടു എ ബി, സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബദൂരം. ഈ ലംബദൂരം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റിനെയാണ്, ഉയരത്തെയാണ്. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഉയരം. അപ്പോൾ സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഉയരം എന്ന് പറയുമ്പോൾ ഇതാണ് ഹൈറ്റ്. 90 ഡിഗ്രിയിൽ വരുന്ന ഈ ഹൈറ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഈ ത്രികോണത്തിൻ്റെ എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകളാണ് തന്നിട്ടുള്ളത്. ആംഗിൾസ് ആണ്. രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രി, 50 ഡിഗ്രി. അതിൻ്റെ അതുമ്മലുള്ള ഒരു വശമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് മൊത്തമാണ് എ ബി ആണ് ഇവിടെ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എച്ച് കണ്ടുപിടിക്കാൻ, പരപ്പളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഹൈറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സമവാക്യം അര ബി എച്ച് ആണ് അല്ലേ? ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം അര ബി എച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എച്ച് ഈക്വൽ ടു, ഇവിടെ 10 തന്നിട്ടുള്ളത്. അപ്പോൾ 10 ഇൻറ്റു ടാൻ 50 ഇൻറ്റു ടാൻ 60, ടാൻ 50 ഇൻറ്റു ടാൻ 60 ബൈ ടാൻ 50 പ്ലസ് ടാൻ 60. ഇതിൽ ടാൻ 50ഉം ടാൻ 60ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാവുന്നതാണ്, കുഴപ്പമില്ല. ഗുണനമായതിനാൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 10 ഇൻറ്റു ടാൻ 50 ഇൻറ്റു ടാൻ 60 ഹരിക്കണം ടാൻ 50 പ്ലസ് ടാൻ 60. ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. ആ എച്ചും ടാൻ 50ൻ്റെയും ടാൻ 60ൻ്റെയും വില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് 2 or 3 സ്റ്റെപ്പിൽ എച്ചിൻ്റെ വില കണ്ടുപിടിക്കുക. അതിനുശേഷം അര ബി എച്ച് ഉപയോഗിച്ചിട്ട് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാവുന്നതാണ്. മറ്റൊരു ചോദ്യം എന്ന് പറയും ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരു ത്രികോണം, ഒരു ട്രയാങ്കിളുടെ, നേരത്തെ പറഞ്ഞതുപോലെ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, അതിൻ്റെ നേരത്തെ തന്നത് 2 കോണായിരുന്നെങ്കിൽ ഇവിടെ തരുന്നത് 2 വശമാണ്. 2 വശം, ഒന്ന് 10 സെൻറ്റിമീറ്ററും മറ്റൊന്ന് 4 സെൻറ്റിമീറ്ററുമാണ്. 4 സെൻറ്റിമീറ്ററുമാണ്. അവയുടെ ഉള്ളിലുള്ള കോൺ 50 ഡിഗ്രിയുമാണ്. 50 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. രണ്ടും 2 ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിൻ്റെ 2 കോണും ഒരു വശവുമാണ് തന്നിട്ടുള്ളത്. ചോദ്യം നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളും ഉൾക്കോണും 50 ഡിഗ്രി എന്ന് പറയുന്ന ഉൾക്കോണുമാണ് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നാൽ, ഈ രൂപത്തിൽ തന്നാൽ ഇതിൻ്റെ പരപ്പളവ് വളരെ ലഘുവായിട്ട് ചെയ്യാവുന്നതാണ്. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നേരിട്ട് കാണാം. ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു
10 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 50. സൈൻ 50 ഡിഗ്രി ആണ് ഉപയോഗിക്കുന്നത്. സൈൻ 50 ഡിഗ്രി. ഇവിടെ കോസ് ടാൻ എന്നുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. സൈൻ 50 ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ 4 ഇൻറ്റു സൈൻ 50 ആണ് നമ്മുടെ ഉയരത്തെ സൂചിപ്പിക്കുന്നത്. 4 ഇൻറ്റു സൈൻ 50. അപ്പോൾ എ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് പറയുകയാണ് എന്താണ് ഉയരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇൻറ്റു സൈൻ 50 ചെയ്താൽ മതി. ഈ 4 എവിടെ നിന്ന് കിട്ടി? ഇതാണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് പാദമാണ് അല്ലേ. അര ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ അര ഇൻറ്റു ബി എന്ന് പറയുന്നത് 10. എച്ച് ആണ് ഇവിടെ 4 ഇൻറ്റു സൈൻ 50 എന്ന് പറയും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമാണ് അര ഇൻറ്റു 10 5 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 50ൻ്റെ വില 0.77 ആണ്. അപ്പോൾ 5 ഇൻറ്റു 4 20 20 ഇൻറ്റു 0.77. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ശ്രദ്ധിക്കുക. ഒന്ന്, 2 കോണുകളും ഒരു വശവും തന്നാൽ പരപ്പളവ് കാണാൻ അതിൻ്റെ ഉയരം ഇങ്ങനെ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് 2 വശങ്ങളും ഉൾക്കോണും തന്നാൽ പരപ്പളവ് അര ഇൻറ്റു 10 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 50.